ആഹാ, അമ്മയുടെ കൈകൊണ്ട് കിട്ടുന്ന ചായ അത് വേറെ ലെവലാ. വല്ലാണ്ട് അങ്ങ് സുഖിപ്പിക്കല്ല കേട്ടാ. കൊച്ചേന്റെ മന സത്യാമ്മേ. ഞാനും അത് പറയാൻ വന്നതാ. അപർണേച്ചിയുടെ അമ്മേ. അച്ഛന് ചായ കൊടുക്കാൻ പോയതാ. ആഹാ, ചേച്ചിയുടെ കാര്യം ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. എന്താ മോളെ വല്ലാണ്ടിരിക്കുന്നെ? അമ്മ, എല്ലാരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞേച്ചി? എന്താ കാര്യം? എന്താ മോളെ? അത് പിന്നെ എന്താടാ? അച്ഛൻ അച്ഛാ ഇരിക്കച്ച. അച്ഛാ, നിങ്ങൾ ഫോണിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടൊന്ന് മനസ്സിലായല്ലേ? ഞാൻ കേട്ടത് ഇവിടെ പറയാതിരിക്കാനല്ലേ എന്റെ തൊട്ടു പുറകെ വന്നത്. എനിക്കറിയാമടി, ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടു. നീ അതിവിടെ പറയില്ല, ഉറപ്പാടി. ആ ചേച്ചി, അപർണേച്ചി എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ അപർണേച്ചി? എന്താ മോളെ? എന്താ? എന്ത് കാര്യമാ? എനിക്കും കേൾക്കാമല്ലോ അല്ലേ? ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛനും കൂടെ കേൾക്കണ്ടേ അല്ലേ? അവള് ചായയും കൊണ്ട് വരുമ്പോ എന്തോ സംഭവിച്ചതുപോലെയാ മോള് പറഞ്ഞു തുടങ്ങിയത്. ആണോ? എന്താ മോളെ കാര്യം? ആ പിള്ളേച്ചൻ മോളോട് ദേഷ്യപ്പെട്ടോ? അല്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. നിങ്ങൾ തമ്മിൽ തർക്കം വേണ്ട. മോള് പറയാൻ വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ എന്റെ ബ്ലോക്കിലേക്ക് പോകുമ്പോ ഒരു ചെറിയ പാമ്പിനെ കണ്ടു. അയ്യോ, മോളും കണ്ടിരിക്കുമല്ലേ? ഇയാള് കൂടെ നിൽക്കുമ്പോ യഥാർത്ഥ കാര്യം പറയാൻ പറ്റില്ല. പറ മോളെ. അതെ, ഒരു പാമ്പ്. ഈ കെട്ടിടത്തിനകത്ത് പാമ്പോ? വരാൻ സാധ്യതയുണ്ട് മോനെ. അപ്പുറത്തെ പറമ്പെല്ലാം കാട് പിടിച്ച് കിടക്കല്ലേ? അതെ. മോള് പേടിക്കട്ടെ കേട്ടോ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ഒരു പാമ്പ് പിടുത്തക്കാരൻ. അയാളെ വരുത്താം. ഏത് രാജവെമ്പാലയായാലും അയാള് പിടികൂടും. കൂട്ടിലാക്കി ദൂരെ കാട്ടിൽ കൊണ്ട് വിടുകയും ചെയ്യും. ചിലതിനെയൊക്കെ അയാള് കൊല്ലുകയും ചെയ്യും. അയ്യോ, കൊല്ലൊന്നും വേണ്ട. എല്ലാ ജീവജാലങ്ങളും പാവങ്ങളാ. വിഷമുള്ളതിനെയൊക്കെ അതിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുക തന്നെ വേണം. എന്തായാലും എല്ലാരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അതെ, മോള് പറയുന്നത് നേരാ. ഒരു ശ്രദ്ധ വേണം. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു പാമ്പിനെ പേടിയില്ല. ഏത് രീതിയിലുള്ള പാമ്പിനെ ആയാലും അതിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. അച്ഛാ മതി, രാവിലെ തന്നെ ഈ വിഷയം സംസാരിക്കണ്ട. അതെ അതെ. അല്ല മോനെ, നിങ്ങക്ക് ഓഫീസിൽ പോണ്ടേ? നിങ്ങൾക്കാർക്കോ സ്കൂളിൽ പോണ്ടേ? പോണം. ചെല്ല്. എല്ലാരും കൂടെ സംസാരിച്ചിരുന്നാലേ സമയം പോകുന്ന അറിയില്ല. ഞാൻ റെഡി ആവാൻ പോണേ അച്ഛാ. അച്ഛാ പോയിക്കളയല്ലേ, ഇരിക്കണേ. അച്ഛാ പോട്ടെ. മോളെ ചെല്ല്, റെഡിയാവും. ബാലു മോനെ, ഒന്ന് നിന്നേ. എന്താ ഒന്ന് പുറത്തേക്ക് വന്നേ.
എന്താ എന്താ കാര്യം? ഓ, ഒന്നുമില്ല മോനെ. ഈ കുടുംബപരമായ കാര്യങ്ങളിൽ അച്ഛൻ ഇടപെടുന്നു എന്ന് തോന്നരുത്. കാര്യം എന്താ? ആരാണ് മോനെ ഈ കിരൺ? കിരൺ എന്താ? കിരൺ ആരാണ് അത് പറയും. എന്റെ MD ആണ്, എന്റെ ഓഫീസിലെ ബോസ്. അതായത് നിന്റെയും അപർണ മോളുടെയും ബോസ് അല്ലേ? അതെ. കാര്യം എന്താന്ന് വെച്ചാ പറയണം. എന്നും സുധയോ മീനാക്ഷിയോ സാഗറോ ഒക്കെ ആണല്ലോ എനിക്ക് ചായയും കാപ്പിയൊക്കെ കൊണ്ടുവരുന്നത്. ഇന്നെന്തിനാ അപർണ കൊണ്ടുവന്നേ? ഇതെന്താ പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്? ആര് പറഞ്ഞു ബന്ധമില്ലെന്ന്? ബന്ധമുണ്ട് മോനെ. അപർണ മോൾ എനിക്കിന്ന് ചായ കൊണ്ടുവന്നത് അവൾക്ക് സൗകര്യമായിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയാ. എന്താ? അതെ, ഈ കിരൺ എന്ന് പറയുന്ന ആൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടിയാ അപർണ മോൾ ഇന്ന് എനിക്ക് ചായയും കൊണ്ടുവന്നത്. നീ എന്റെ മോനെ, നിന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്നെയും ബാധിക്കുന്നതാ. അതുകൊണ്ടാ ഈ കാര്യങ്ങൾ മോനോട് ഞാൻ തുറന്നു പറയുന്നു. സത്യത്തിൽ മറ്റൊരാളുടെ ഫോൺ ചെയ്യൽ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ല. പക്ഷേ ഇന്നെനിക്കെന്തോ ഒരു ഉൾവിളി, ഒരു കുഴപ്പം ഫീൽ ചെയ്തു. എന്ത് കുഴപ്പം? അച്ഛാ ചായ കുടിക്കെന്നും പറഞ്ഞ് മോള് ഫോണും എടുത്ത് ഒരു ഭാഗത്തേക്ക് മാറി. ഫോൺ എടുക്കുന്നത് കണ്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഹായ് കിരൺ എവിടെയാ എന്ന് ചോദിക്കുന്നതാ കേട്ടത്. കിരൺ സാറിനാണല്ലോ MD അവൾ വിളിക്കുന്നത്. അതെനിക്കറിയില്ല. ഞാൻ കേട്ടത് കിരൺ എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അപ്പോഴാ എനിക്ക് ഫോൺ ശ്രദ്ധിക്കാൻ തോന്നിയത്. എന്റെ മോന്റെ ഭാര്യ സ്വാതന്ത്ര്യത്തോടെ മറ്റാരെയോ ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞു വിളിക്കണമെങ്കിൽ അതാരാണെന്ന് എനിക്കൊന്നും അറിയണമല്ലോ. കൊഞ്ചിക്കൊഴഞ്ഞു വിളിച്ചെന്നോ? ഞാൻ മോനെ വിഷമിപ്പിച്ചോ? വിട്ടുകള മോനെ, ഞാനൊന്നും പറയുന്നില്ല. ചിലപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചതാവാം. വിട്ടേക്ക്. അല്ല, പറയണം. എനിക്ക് അറിഞ്ഞേ പറ്റൂ. പറയണം, എന്താ സംഭവിച്ചെന്ന്. ഇതിനിടയിൽ അപർണമോള് ഞാൻ ശ്രദ്ധിക്കുന്നത് കണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് മുഖം വിളറി. ഇനി ചിലപ്പോ കണ്ട എനിക്കെതിരെ ആയിരിക്കും കഥകൾ എന്തെങ്കിലും അവൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇല്ല, അങ്ങനെ അവൾ എന്ത് കഥകൾ പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. അവൾ എന്തൊക്കെയാ കിരണിനോട് സംസാരിച്ചത്? പറ. അത് ഇഷ്ടക്കാര് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു. അത്രേ എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. മോനെ, ദേ, പിന്നെ അങ്ങനെ ഒരു രീതിയിൽ വളർന്നു വന്ന കുട്ടിയല്ലേ അപർണ. സമ്പന്ന കുടുംബം, സ്വാതന്ത്ര്യം, പണം. അവർക്ക് ചിലപ്പോ ഇതൊന്നും വലിയ കുറ്റമായിട്ടോ കുറവായിട്ടോ തോന്നില്ല. പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി മോനെ. ബഹളമൊന്നും വേണ്ട. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രം മോനെന്ന് പറയുക, ഇത് ശരിയല്ലെന്ന്. അത് മതി, അത്രയും മതി. ബാലുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതെന്താ താല്പര്യമില്ലാത്തത്? ബാലു, എന്ത് പ്രശ്നമാണെങ്കിലും ശരി, എനിക്ക് കേൾക്കണ്ട. കേൾക്കുകയും വേണ്ട, കാണുകയും വേണ്ട. ആരെ കാണണ്ടാന്ന്?
എന്നെ കാണണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ ബാലു അത് തെളിച്ചു പറഞ്ഞാ മതി. അപർണ, എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണം. ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ? ഞാൻ എന്തായാലും പറയാൻ വന്നത് പറഞ്ഞിട്ടേ പോകൂ. ഞാൻ അച്ഛന് ചായ കൊടുക്കാൻ പോയല്ലോ. ആ, എന്നിട്ട്? അച്ഛനപ്പോ ഫോണിലൂടെ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടു. കേട്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. കേട്ടതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കിയെന്നും ഞാൻ പറയാം. അച്ഛൻ കുഴപ്പക്കാരനാണ്, അച്ഛൻ പ്രശ്നക്കാരനാണ് അല്ലേ? ഇതൊക്കെയല്ലേ നീ കേട്ടത്? അച്ഛന്റെ രീതികളൊക്കെ പുള്ളിയുടെ ഒരു അഭിനയാണെന്നാ എനിക്ക് തോന്നുന്നേ. ആഹാ, എന്നിട്ട്? ബാലു, അച്ഛൻ ഇവിടെ വന്നത് അയ്യോ, മോളെന്തോ പറഞ്ഞു വന്നത് എന്നെ കണ്ടപ്പോ നിർത്തിയല്ലേ? ഞാൻ വേണമെങ്കിൽ മാറിത്തരാം. വേണ്ട. മോനെ ബാലു, അച്ഛൻ പറഞ്ഞത് നീ അത്ര കാര്യമാക്കി എടുക്കരുത്. ഇല്ല, ഞാൻ കാര്യമാക്കി തന്നെ എടുക്കും. എന്തായാലും ശരി, നീ ചതിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. അതേ അച്ഛൻ ആഗ്രഹമാണ്. അത് അച്ഛൻ അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോവുക. എങ്ങോട്ടാ? 1-2 കൂട്ടുകാരെ കാണാൻ. മോൻ ചെന്ന് അപർണ മോളോട് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ചിലപ്പോ ആ കിരണുമായിട്ട് സൗഹൃദം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാറ്റിനും ഒരതിര് വേണം. ശരി മോനെ, ഞാൻ പോയിട്ട് വരാം. അച്ഛാ, മോളെ. സുഖാണല്ലോ അല്ലേ? സുഖായി. മോക്ക് സുഖല്ലേ? മൂർത്തിയേട്ടൻ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയ പിന്നെ നമുക്കെല്ലാം സന്തോഷമാ. ഏട്ടാ, എത്രയും പെട്ടെന്ന് സുധാമണിയായിട്ടുള്ള ഡിവോഴ്സ് വാങ്ങണം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് സർജറി 2 നടത്തണം. കാര്യങ്ങൾക്കെല്ലാം ഉടൻ തീരുമാനമാകും രേണുകേ. സുധാമണിയായുള്ള ഡൈവോഴ്സ് പെട്ടെന്ന് തന്നെ നടക്കണം. അത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. ഇത് രണ്ടും കഴിഞ്ഞാലേ നമ്മുടെ ബിസിനസ് കാര്യങ്ങള് ജോയിന്റ് വെഞ്ചർ ആക്കാൻ പറ്റും. എനിക്കറിയാം. അതിനുവേണ്ടി തന്നെയാ എന്റെ നീക്കങ്ങൾ. സുധാമണിയുടെ ചിന്തയിൽ എന്നെ പഴയ ജയിൽ പുള്ളിയായിട്ടേ കാണുന്നുള്ളൂ. ഹാരസ് ഗ്രൂപ്പിന്റെ ചീഫായ കൃഷ്ണമൂർത്തിയാണ് ഞാനെന്ന് അവർക്കിനിയും മനസ്സിലായിട്ടില്ല. എല്ലാം കഴിഞ്ഞ ശേഷമേ സത്യം അറിയാവൂ. അടുത്ത ഡയറക്ട് ബോർഡ് മീറ്റിംഗിൽ പ്രസന്റ് ചെയ്യേണ്ട പേപ്പറുകളാ. ഏട്ടൻ വായിച്ച് സൈൻ ചെയ്ത് മെയിൽ ചെയ്താൽ മതി. ആ, അത് ഞാൻ ചെയ്തോളാം. പിന്നെ നമ്മുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റു. ഏട്ടൻ അവളുമായിട്ടുള്ള ഡിവോഴ്സ് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങണം. അറിയാലോ, അത് തന്നില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങളുടെ ഭാവി കുഴപ്പത്തിലാവും. സുധാമണിയും മക്കളും പൂർണ്ണമായും എന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞു. പറഞ്ഞില്ലേ, അവരെന്റെ ബർത്ത്ഡേ വരെ നടത്തി. ആ സാഗറിനെ ആയിരിക്കും ഞാൻ എന്റെ സർജറിക്കുള്ള ഡോണറാക്കാൻ പോകുന്നത്. സർജറി കഴിയുന്നതുവരെ ഞാനൊരു നല്ല ഗ്രഹനാഥന്റെ ഇമേജിലായിരിക്കും. സർജറി കഴിഞ്ഞാൽ സുധാമണിക്കെതിരെ തിരിയും. പിള്ളേരെ എന്റെ കൂടെ നിർത്തും. അവരെ മുൻനിർത്തി ഞാൻ ഡിവോഴ്സ് വാങ്ങും. എല്ലാം മനസ്സിൽ കാണും പോലെ നടന്നാ മതിയായിരുന്നു.
എല്ലാം മനസ്സിൽ കാണുന്ന പോലെ തന്നെ നടക്കും. അച്ഛാ, MBAക്ക് എനിക്ക് അയർലൻഡിൽ തന്നെ പോണം. അതിന്റെ പേർപ്പസ് ഒക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കൊള്ളാമല്ലോ. എന്റെ മോള് അയർലൻഡിൽ തന്നെ പഠിക്കണം. അവിടുത്തെ ഏറ്റവും നല്ല കോളേജിൽ തന്നെ ചേരണം. ലക്ഷങ്ങളോ കോടികളോ കൊടുക്കേണ്ടി വന്നാലും ഒക്കെ ഞാൻ കൊടുക്കും. അവിടുന്ന് കോഴ്സ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നീ നമ്മുടെ കമ്പനിയുടെ ചാർജ് ഏറ്റെടുക്കണം. മൂർത്തിയേട്ടന്റെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിഞ്ഞ ബാലു, സാഗറും മീനാക്ഷിയും എങ്ങനെ പ്രതികരിക്കും? അവകാശം ചോദിച്ചുകൊണ്ട് വരുമോ? അവകാശം ചോദിച്ചു വരട്ടെ. എന്ത് ചെയ്യുമെന്ന് അപ്പ കാണിച്ചു കൊടുക്കാം. എനിക്ക് ഒറ്റ അവകാശമുള്ളൂ. ദാ എന്റെ ഈ മോള്, എന്റെ കോടികളുടെ അവകാശി നീ മാത്ര. ആ കോളനിയിലെ 3 എങ്ങനെയോ എന്റെ രക്തത്തിൽ വന്ന് ജനിച്ചെന്നേ ഉള്ളൂ. ഞാൻ അംഗീകരിക്കുന്നത് നിന്നെ മാത്ര. മീനാക്ഷിയുടെ ഫാദർ വന്നിട്ടുണ്ടല്ലേ? ആ, എങ്ങനെ അറിഞ്ഞു? അക്ഷയ് പറഞ്ഞിരുന്നു. മീനാക്ഷി ഇപ്പോ വലിയ ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞു. സത്യവാ, ഞാൻ വലിയ ഹാപ്പിയില്ല. ഇപ്പൊ എനിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അച്ഛനൊരു സംഭവ, നല്ല അടിപൊളി ക്യാരക്ടർ. പേര് കൃഷ്ണമൂർത്തി. ഒരു ദിവസം ഞങ്ങൾ മീനാക്ഷിയുടെ വീട്ടിൽ വരുന്നുണ്ട്, അച്ഛനെ പരിചയപ്പെടാൻ. വെൽക്കം. എപ്പ വേണമെങ്കിലും വരാം. മീനാക്ഷി, ഞാനൊന്നൊരു പരിസ്ഥിതി ക്യാമ്പിന്റെ കാര്യം പറഞ്ഞിരുന്നേ. ആ അതെ, അന്ന് പറഞ്ഞിരുന്നല്ലോ കേരളത്തിൽ വെച്ച് ക്യാമ്പ് നടത്തുന്നു. ആ, അതിൽ മീനാക്ഷി പങ്കെടുക്കണം, സജീവമായിട്ട് പങ്കെടുക്കണം. ഉറപ്പായിട്ട് ഞാനുണ്ടാവും. അന്ന് കർണാടകയിൽ ആദർശേട്ടൻ പോയപ്പോ കൂടെ വരണമെന്നുണ്ടായിരുന്നു. വേണ്ടാന്ന് ആദർശേട്ടൻ തന്നെയാ പറഞ്ഞേ. ഈ പ്രാവശ്യം എന്തായാലും വരും. എങ്കില് വീട്ടിൽ അനുവാദം വാങ്ങിച്ചോളൂ. ക്യാമ്പ് പെട്ടെന്ന് തന്നെ ഉണ്ടാവും. ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പറയാം. അയ്യോ, അത് ഞാൻ ചെയ്തോളാം. സുധാമണി, ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എന്റെ അവകാശ. അതല്ല, ഞാനിങ്ങനെ ചെയ്യുന്നത് സുധിക്ക് നാണക്കേടാണെങ്കിൽ ഞാൻ നിർത്തിയേക്കാം. നാണക്കേടായതുകൊണ്ടൊന്നല്ല. പുറത്തു പോയത് ആശുപത്രിയിലേക്കാണോ അതോ ചെക്കപ്പ് വല്ലതും ചെയ്യാനാണോ? ചെക്കപ്പ് ചെയ്യാനല്ല സുധാമണി, ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. മനസ്സിലായില്ല. വേണ്ട സുധാമണി, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ട. നീ അതൊന്നും അറിയണ്ട. പറയുന്നത് കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും പറയൂ. പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളെ കുറിച്ചാ. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നത് സുധയ്ക്ക് സങ്കടമാകും. എന്തായാലും എനിക്കറിയണം, പറയണം. പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറയൂ. അത് അപർണയെ കുറിച്ചാ എനിക്ക് പറയാനുള്ളത്.